എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയിട്ട്. ഏത് പുസ്തകം? എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 1 തുടങ്ങിയിട്ട് ഒരു 5 വരെയുള്ള വാക്യം മേടിച്ചു. എസ്തേർ അനന്തരം ഔശേരേശ് രാജാവ് അഗാഗ്യനായ ഹമ്മേദാദയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ ഒക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അപ്പോൾ രാജാവിന്റെ വാതിൽക്കലെ രാജ്യഭൃത്തന്മാർ മൊർദെഖായിയോട്, നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരിക്കുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഔശേരോശിന്റെ രാജ്യത്തെല്ലായിടവും ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെ ഒക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് എന്താ പറയാ ദൂതുകളൊക്കെ വന്നിട്ടുള്ള പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. നമുക്ക് വലിയ ഇഷ്ടമുള്ള പുസ്തകം. കാരണം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞേക്കുന്ന പുസ്തകങ്ങൾ ആകപ്പാട് 2 പുസ്തകങ്ങൾ, രൂത്ത്, എസ്തേർ. അതിൽ എസ്തേർ എന്ന് പറയുമ്പോഴത്തേനും ഹല്ലേലൂയ, ഒരു യഹൂദ ഒരടിമയായ പെൺകുട്ടിയെ പെട്ടെന്ന് ആ രാജ്യത്തിന്റെ രാജ്ഞിയായി മാറുന്ന ദൈവത്തിന്റെ വലിയ ഫേവർ വെളിപ്പെടുന്നൊരു പുസ്തകമാണ്. ഹാലെ, നമ്മളിപ്പോഴും ദൈവത്തിന്റെ ഫേവറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ എപ്പോഴും എസ്തേർ തന്നെ വായിൽ വരുന്നത്. കാരണം അവളെ കണ്ടവർക്കൊക്കെയും അവളോട് പ്രീതി തോന്നിയ ഒരു വാക്യമാണ് ഹാലെ. കാരണം എസ്തേറിനെ കണ്ടുന്നവർക്ക് അവളോട് പ്രീതി തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഫേവർ അവളുടെ മേലുള്ളത് കൊണ്ട്. ഹാലേലിയ. നമ്മുടെ മേലൊക്കെ ദൈവത്തിന്റെ ഫേവർ ഉള്ളതാണ് നമ്മളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഹാലേലിയ. അതാണ് വേറെ കാര്യം. ആമേൻ. ഇവിടെ നമ്മൾ വായിച്ചു തുടങ്ങി. അനന്തരം അഗേശ്വരോഷ് രാജാവ് ആഹാഗ്യനായ ഹമ്മദായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോട് കൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാർ ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. ഹാലൂയ. അപ്പൊ അനന്തരം എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും അതിന് മുമ്പ് എന്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലൂയ, രാജാവിനെ കൊല്ലാനായിട്ട് 2 പേര് പ്ലാൻ ഇട്ടപ്പോൾ അത് മൊർദെഖായി അറിയിക്കുന്ന കാരണം ഹാലൂയ, രാജാവ് അവരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കും അവരിൽ നിന്ന് രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഹാലൂയ. അവിടെ അത് മൊർദെഖായി തന്നെയാണ് അറിവ് കൊടുത്തതെന്ന് എസ്തേർ പറഞ്ഞത് അങ്ങനെ തന്നെ രാജാവിനെ അറിയിക്കുന്നു. അങ്ങനെ ആ സംഭവം ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകം എഴുതി വെച്ചത് അറിയിക്കുക മാത്രമല്ല, അവിടെയുള്ള ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ച്. ഹാലലി. അതിനുശേഷമാണ് അനന്തരം. ഹാലലി. അപ്പം ദൈവത്തിന്റെ പുസ്തകത്തിൽ ചിലതൊക്കെ എഴുതപ്പെട്ടു. ഇവിടെ ഒരു രാജാവിന്റെ പുസ്തകത്തിൽ ചിലതൊക്കെ എഴുതപ്പെട്ടു. ആരെ കുറിച്ച്? മൊർദെഖായിയെ കുറിച്ച്. മൊർദെഖായി ആരാണെന്ന്, എന്താ ചെയ്ത് നന്മ ചെയ്ത് മൊർദെഖായി ചെയ്ത കാര്യങ്ങൾ ഹാലലി അവിടെ എഴുതപ്പെട്ടതിന് ശേഷമാണ് ഹാമാൻ പോയിട്ട് ഹാമാനെ രാജാവ് സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്തു വെക്കുന്നത്. ഇവിടെ നമ്മൾ പറയാം രാജാവ്, ഇവിടെ ഇന്നലെ ഞാൻ ഈ ഭാഗം വായിച്ച ദൈവനോട് പറഞ്ഞത്, അനന്തരം അഗേശ്വരോസ് രാജാവ് ആഹാഗ്യനെ ഹമ്മദായുടെ മകൻ ഹാമാനെ കയറ്റും ഉന്നത പദവി കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടി ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെ ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. അപ്പം ഈ രാജ്യത്തെ രാജാവ് ഹാലലിയ, അദ്ദേഹം ഒരു മനുഷ്യന് ഹാലലൂയ അവന് ഉന്നത പദവി കൊടുക്കുകയാണ്. എല്ലാവരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി ഒരു ഇരിപ്പിടം വെച്ചു കൊടുക്കുന്നു. ഹാലയുടെ പറയുന്നത് സകല പ്രമുഖന്മാരുടെ ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. രാജാവിന്റെ വാതിൽക്കലെ രാജ്യഭൃത്യന്മാരൊക്കെ ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായി, എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല. ഹാലലൂയ. ആമേ. നമസ്കരിച്ചതുമില്ല. മൊർദെഖായിക്ക് തെറ്റല്ലേ ശരിക്കും പറഞ്ഞല്ലേ? കാരണം രാജാവാക്കി വെച്ച് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും മൊർദെഖായി അവനെ കുമ്പിട്ടതുമില്ല, നമസ്കരിച്ചതുമില്ല. കാരണം അല്ല, നമ്മൾ ദൈവ പൈതലാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം വേണം നമ്മൾ ആരാണ്. ഫസ്റ്റ് ഓഫ് ആൾ അല്ലെ, മൊർദെഖായിക്ക് നന്നായി അറിയാതെ മൊർദെഖായി സേവിക്കുന്ന രാജാവിനെ അല്ല, രാജാതി രാജാവിനെയാണെന്ന്.
മൊർദെഖായി ആമേൻ. ആരുടെ ഹാലേലി ആമി ഭൃത്യനാണെന്ന് ചോദിച്ചാൽ, ആരുടെ ദാസനാണെന്ന് വെച്ചാൽ, ആരുടെ മക്കളാണെന്ന് ചോദിച്ചാൽ, ജനമാണെന്ന് ചോദിച്ചാൽ, മൊർദെഖായിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞാൻ സ്വർഗത്തിലെ ദൈവം നേരിട്ട് ഹാലേലി ആമി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ജാതിയാണ് ഞങ്ങൾ. ദൈവത്തിന്റെ ചട്ടങ്ങൾ പ്രമാണങ്ങൾ, രാജാവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിക്കുന്നവരല്ല. ഈ ലോകത്ത് ഏതെങ്കിലും പ്രഭുക്കന്മാരുടെ ചട്ടങ്ങളും ആചാരങ്ങളും പ്രമാണിക്കുന്നതല്ല. ഞാൻ യഥാർത്ഥ സത്യ ദൈവത്തെ ആരാധിക്കുന്നവരാണ്, സത്യദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പാലിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്നത് രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ല യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ല യഹോവയിൽ ആശ്രയിക്കും. അപ്പൊ ഇവിടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഇവിടെ വന്നു. പക്ഷെ അവരിലൊക്കെ ആശ്രയിക്കുന്നതിനെക്കാട്ടി എൻ്റെ മുഴങ്കാൽ ആരുടെ മുമ്പ് മാത്രമേ മടങ്ങത്തുള്ളൂ എന്ന് ചോദിച്ചാൽ, സർവശക്തനായ രാജാതിരാജൻ കർത്താതി കർത്ത ദൈവത്തിന് മുമ്പിൽ മാത്രമേ മടങ്ങത്തുള്ളൂ എന്ന് ഇവിടെ നമ്മുടെ മൊർദെഖായി ഒരു തീരുമാനമുണ്ടായിരുന്നു. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോഴും അറിയാല്ലേ, അവര് സ്വയമായിട്ട് തീരുമാനം എടുക്കുക, ഞങ്ങൾ എന്താ പറയാ ഇത് ചെയ്യില്ല, രാജാവിന്റെ രാജഭോജനത്തെ ഞങ്ങളെ തന്നെ അശുദ്ധരാക്കില്ല. ഹല്ലേലൂയ. അവിടെയൊക്കെ അതും രാജകൽപ്പനയായിരുന്നു. മറുത്തു നിൽത്താൽ ചിലപ്പോൾ തല പോവും. പക്ഷെ എന്നിട്ടും അവര് അവരുടെ പ്രമാണങ്ങളെ വിട്ടുമാറാനായിട്ട് ദൈവത്തെ അല്ലാതെ മറ്റൊരാളെ കുമ്പിടത്തില്ല എന്ന്. ഹല്ലേലൂയ. അവിടെ 3 ബാലന്മാർ ധൈര്യത്തോടെ രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങിയില്ല. അപ്പൊ യഹൂദന്മാർക്ക് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ അവരുടെ സർവശക്തനായ ദൈവത്തെ അല്ലാതെ ആരെയും കുമ്പിട്ട് നമസ്കരിക്കത്തില്ല എന്ന് അവര് തീരുമാനിച്ചുറച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്ന് എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പം അവരുടെയൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കുമ്പിടാനും വണങ്ങാനല്ല, അവരുടെ കൂടെ കയറി നിൽക്കാനും തയ്യാറാകുന്നു. ഇന്നലെ ഞാൻ അറിയുന്ന നമ്മുടെ ഒരു പഴയൊരു നല്ലൊരു ഓഫീസറാണ് പുള്ളി. ഇന്നലെ രാവിലെ ഇങ്ങനെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് നമ്മളിവിടുന്ന് വചനം വായിച്ചു കൊടുക്കും. അപ്പൊ ഇന്നലെ രാവിലെ ഹാപ്പി വിഷ് ഒക്കെ പറഞ്ഞിട്ട് എന്നോട് പെട്ടെന്ന് പ്ലീസ് ഷെയർ ഗൂഗിൾ പേ നമ്പർ മീ, പിന്നെ ഐ വാണ്ട് ടു സെൻഡ് വിഷുക്കൈ നീട്ടം. അപ്പൊ ഞാനിവിടെ മറുപടി അയച്ച് ആദ്യം ഞാനൊന്നും മിണ്ടിയില്ല, റെസ്പോണ്ട് ചെയ്തില്ല, പോട്ടെ എന്ന് വിചാരിച്ച്. കുറെ കഴിയും വീണ്ടും മെസ്സേജ് അയച്ച് ഗൂഗിൾ പേ നമ്പർ അയച്ചതാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വിഷുക്കൈ നീട്ടം ഇവ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല, അതുകൊണ്ട് എൻ്റെ ഈ ഗൂഗിൾ പേ നമ്പറും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് മറുപടി അയച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത് വേണ്ട എന്ന് പറയുന്നത് കേട്ട് നമുക്ക് ഇതിനകത്ത് വിശ്വാസമില്ല. കാരണം നാളെ ഇത് നമ്മളോട് പറയരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തരുന്ന വലിയ എമൗണ്ട് ആയിരിക്കും, പക്ഷെ നമുക്ക് പൈസയ്ക്ക് ആവശ്യം. പക്ഷെ അത് എന്തിനാ തരുന്നു എന്ന് ചോദിച്ചാൽ, ജാതികളുടെ മര്യാദ അനുസരിച്ച് അവരവരുടെ ചടങ്ങിന് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് അത് നമ്മൾ വാങ്ങാൻ പാടില്ല. ഒരു ദൈവ പൈതൽ കൊണ്ട് 10 രൂപ കയ്യിൽ തന്നിട്ട് അത് സ്തോത്രക്ക അല്ലെങ്കിൽ ഇതൊരു സന്തോഷം തന്നെ നമുക്ക് കൈനീട്ട് വാങ്ങാം. പക്ഷെ ജാതികൾ കൊണ്ട് തന്ന് 10,000 തന്നാലും വാങ്ങാൻ പാടില്ല. അത് എന്തിനു തരുന്നു ഏതിനു തരുന്നു എന്നറിയാതെ. ഹാലേലൂയ. കാരണം നമ്മുടെ കരം എവിടേക്ക് നീട്ടം വെച്ചാൽ നമുക്ക് നമ്മുടെ മുഖം എവിടേക്ക് ഉയർന്നു നമുക്ക് ദൈവം തന്നാൽ മാത്രമേ അത് ഇതാകത്തുള്ളൂ. ദൈവത്തിൻ്റെതല്ലാത്ത ദൈവഹിതമല്ലാത്ത ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത്. ഹാലേലൂയ. അത് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ ഇവിടെ ഈ ക്രിസ്ത്യാനികളാണല്ലോ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ നാമധേയ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ, ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങളും ഫോളോ ചെയ്ത് നിൽക്കാറില്ല. വിഷു കൈനീട്ടം കൊണ്ട് ഞാൻ പറയാം, എനിക്ക് കൈനീട്ടം കാലുനീട്ടം ഒന്നും വേണ്ട. കാരണം വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും പിന്നെ ഇവിടെ ഇപ്പൊ ചോദിക്കലും പറഞ്ഞു. മറ്റത് ഞങ്ങളുടെ അമ്മയൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും 1-ാം തീയതി, ഈ മലയാള മാസം ഇംഗ്ലീഷ് മാസം ആയാലും 1-ാം തീയതി ഇവിടെ ആരെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും വന്ന വഴക്ക് പറയും 1-ാം തീയതി കയറിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ കൈനീട്ടം വാങ്ങണം. ഇതൊക്കെ ഇവിടെ ഭയങ്കര ആചാരമായി കൊണ്ടു നടക്കുന്ന ആൾക്കാര്. ഇപ്പൊ ഒരു മാസം ആരെങ്കിലും നല്ല ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കൈനീട്ടം എന്തെങ്കിലും ബുദ്ധിമുട്ട് അവര് വന്ന് കയറിയോ ഉണ്ട്, അല്ലെങ്കിൽ അവര് കൈനീട്ടം എങ്ങനെ. ഞാനിപ്പോ എപ്പോഴും അത് തിരുത്തി പറയാൻ എപ്പോഴും പറഞ്ഞു കൊടുത്താലും പിന്നെ ഇത് തന്നെ ഉള്ളിൽ കിടക്കുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഹിന്ദുക്കളുടെ ഈ ആചാരങ്ങളെല്ലാം ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ നാമധേയ ക്രിസ്ത്യാനിയുടെ ഉള്ളിലേക്ക് കയറി കാണുന്നു. ഇത് രണ്ടും കൂടെ നമ്മുടെ ഇസ്രായേൽ ജനം ജാതികളോട് ചേർന്ന് അവർ എന്താ പറയാ, അവർ ഇണയില്ല പിണപ്പോലെ അവർ ജാതികളോട് കൂടെ ചേർന്ന് പോയതുപോലെ സംഖ്യാപുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. അതുപോലെ ഇന്ന് ചേർന്ന് അങ്ങ് ഇടകലർന്ന് കിടക്കുക. അവരുടെ എല്ലാ സംഭവങ്ങളും എടുത്ത് പള്ളിക്കകത്ത് കയറ്റും. ഹാലേലിയ. എന്താ ഇന്ന് പള്ളിക്കകത്ത് ഇല്ലാത്തത്? കൊടിമരമുണ്ട്, ഹാലേലിയ, വാൻഡിമേളമുണ്ട്, ചെണ്ടമേളമുണ്ട്, ആനയുണ്ട്, എന്താ പറയാ, ഹാലേലിയ. എന്തിനു പറയുന്നു, താലപ്പൊലിയുണ്ട്, ഈ പറയുന്ന തിരുവാതിരയുണ്ട്, എല്ലാം പള്ളിക്കകത്തുണ്ട്. പൂക്കളമുണ്ട്.
ഓണസദ്യ ഉണ്ട്, വിഷുസദ്യ ഉണ്ട്. ഹാലെ, ഇങ്ങനെ സകലതും കയറ്റി നമ്മതേ ക്രിസ്ത്യാനികളുടെ ഹാലില് സകല ഇതിനകത്തേക്ക് വന്നേക്കും. അപ്പൊ ഇവർക്ക് ഇത് ഏതാ നമ്മുടെ ദൈവത്തിന്റെ പ്രമാണം ഏതാ, അല്ലെ ദൈവത്തിന്റെ ഹാലില് ഇതെന്താ, ജാതികളുടെ എന്താ എന്ന് തിരിച്ചറിയത്തില്ല. എല്ലാവരും കൊണ്ടു നടക്കുക. ഹല്ലേലൂയ. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓരോ സ്ഥലത്തും നമ്മൾ ആരാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, എത്ര ഉന്നതനാണെന്ന് നോക്കിയിട്ടോ, എത്ര വലിയ അധികാരിയാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ പ്രമാണത്തെക്കുറിച്ച് പറയേണ്ടുന്നത്. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ദൈവം ആരാണെന്ന് നോക്കിയിട്ടും ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്താ തിരിച്ചറിഞ്ഞ് നമ്മൾ പറയാനുള്ള ധൈര്യം കാണിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അപ്പം രാജാക്കന്മാർ ആശ്രയിക്കുന്നതിനെക്കാട്ടി പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനെക്കാട്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അല്ല, ഈ വചനം ഞാൻ ചോദിക്കുന്നത് ഇവിടെ മൊർദെഖായിയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാം, അങ്ങനെ തന്നെ ഹല്ലേലൂയ അനുകൂലമായി വന്നില്ലേ? രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരിലും കുമ്പിടാതെ ആശ്രയിക്കാതെ ഇരുന്നതിന്റെ ദൈവം എന്താ? ദൈവം ഒരാളെ കുറിച്ചൊരു കാര്യം തീരുമാനിച്ച, നീ എന്നെ മാത്രമേ വണങ്ങത്തുള്ളെങ്കിൽ നിന്നെ തകർത്ത് കളയാൻ ആരൊക്കെ എത്രയൊക്കെ കഴിവുമരം ഉണ്ടാക്കിയാലും എത്രയൊക്കെ പദ്ധതി ഇട്ട് വെച്ചാലും ഹാലേലൂയ അവിടെ ആര് തൂങ്ങണമെന്ന് ദൈവം എന്നെ നിശ്ചയിക്കും. നമ്മൾ കാണുന്നിടത്തേക്കൊക്കെ നട്ടല് വളച്ചു കൊടുത്ത് ഹാലേലൂയ നമ്മൾ കുമ്പിട്ട് നമ്മൾ കൂടെ ചേറി അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ അവരുടെ കൂട്ടക്കാരാ, ഇവരുടെ കൂടെ നിൽക്കും ഇവരുടെ കൂട്ടക്കാരാ എന്നല്ല. ഹാലെ, നീ ആരാണെന്ന് ഏത് വലിയ ആൾക്കാരുടെ മുമ്പിൽ ചെന്നാലും നീ ആരാണെന്ന് നീ വെളിപ്പെടുത്താൻ തയ്യാറാകണം. എനിക്കിത് വേണ്ട, ഞാനിത് ചെയ്യത്തില്ല, ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ ജോലി പോവുക പറ്റത്തില്ല, പോട്ടെ, എനിക്ക് വേണ്ട. കാരണം ഒരു കാര്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കാര്യം ഉറച്ചു നിൽക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മേൽ മറ്റൊരാൾക്കും യാതൊരു അധികാരവും ഇല്ല. എന്റെ തലയിൽ നിന്നൊരു മുടി താഴെ വീണ ദൈവം അറിയാണ്ട് വീഴത്തില്ല. അപ്പൊ ഞാൻ ഇയാളെ ഒന്ന് കുമ്പിട്ട് തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും സ്വർഗത്തിലെ ദൈവം, ഞാൻ ഇന്നലെ ഏതോ ഒരു വചനഭാഗ്യം വായിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, സമ്പത്തുണ്ടാകാനായിട്ട് നിങ്ങൾക്ക് ശക്തി തരുന്നത് ദൈവമല്ലയോ? ആവർത്തന പുസ്തകത്തിൽ സമ്പത്തുണ്ടായ ശക്തി തരുന്ന ദൈവമാണ്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശക്തി തരുന്ന ആരാ? ദൈവമാണ്. പലരും വിചാരിക്കും നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണ്, നമ്മുടെ മിടുക്കൊണ്ട് അതൊക്കെ സംഭവിക്കും. നോ, ഇതൊക്കെ ദൈവം നിനക്ക് ശക്തി തരുന്നത്. ഹാലേലൂയ. നിനക്ക് ജ്ഞാനം തരുന്ന ആലോചിച്ച് ദൈവം ജ്ഞാനം തരുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ പരിജ്ഞാനം പഠിക്കാനായിട്ട് എത്രയോ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ പലപ്പോഴും പറയുന്നത്, എത്രയോ ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും അങ്ങനെയുള്ള ആൾക്കാർക്ക് IAS ഓഫീസേഴ്സിന് വരെ മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അല്ലെ? അപ്പൊ നിനക്ക് നല്ല ബുദ്ധിയുള്ളൊരു കുഞ്ഞിനെ തലമുറയെ തന്നെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു തലമുറയെ തന്നെ, രോഗമില്ലാത്തൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ആരാ തന്നേന്ന് ചോദിച്ചാൽ അയ്യോ എന്റെ ജീൻ നല്ലതായതുകൊണ്ട് അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാത്. ദൈവം നമുക്ക് തന്ന കൃപയാണിത്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിലെടുത്തു നോക്കിയ ഊനമുള്ള ഒരെണ്ണമെങ്കിലും ഉണ്ടോ? ഇല്ല. ഊനമില്ലാത്ത തലമുറയെ ദൈവം തന്നതെങ്കിൽ അത് ദൈവം. അപ്പൊ അവർക്ക് ബുദ്ധി, നമ്മുടെ കുഞ്ഞുങ്ങളെ പല ആൾക്കാരും പറയും, അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഹാലേലൂയ അവിടെ പോയി ജോലി വാങ്ങിച്ചു. ട്രിക്ക്, അതുപോലെ പിശാച് അവരെ തകർത്ത് കളയാനായിട്ട് പല ട്രിക്കുകൾ ഉപയോഗിക്കും. ഞാൻ പറഞ്ഞു, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കാൻ വിളിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയാം, നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ, പക്ഷെ ഇന്നലെ എനിക്ക് അതിന്റെ കാര്യം മനസ്സിലായി. ആ കുട്ടി പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ഡൗൺ ആയി. 94% ഒക്കെ മാർക്ക് വാങ്ങിച്ചിരുന്ന കൊച്ച് 50% എങ്ങനെ കഷ്ടപ്പെട്ട് എത്തുന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ കർണാടക ഇതിലെ പഠിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കുറെ സബ്ജക്റ്റുകൾ അത് ഫെയിലായപ്പോൾ രണ്ടാമത് അത് വീണ്ടും ഇപ്പൊ അത് എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ അതെനിക്കൊരു മെസ്സേജ്, ആന്റി എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, ആന്റി എൻ്റെ ഒരു ആന്റി ഉണ്ട് ഇവിടെ, ആ ആന്റി എന്നോട് പറഞ്ഞു, ആന്റി എങ്ങനെ സ്വപ്നം കണ്ടു. ഹല്ലേലൂയ ആ സ്വപ്നത്തിൽ പറഞ്ഞെന്ന്, നീ ഒരു പാപി ആയതുകൊണ്ട് ദൈവം നിന്നെ തോപ്പിച്ചതാണ്, ഇനിയും നീ പഠിച്ചാലും ജയിക്കത്തില്ല, ദൈവം നിന്നെ തോപ്പിച്ചു കളയെന്ന് പറഞ്ഞു. ആന്റി ഞാനൊരു പാവം ചെയ്ത് എനിക്കൊന്നും ഓർമ്മ വരുന്നത്, ഞാൻ അങ്ങനെ ഒന്നും ദൈവത്തിനെതിരായിട്ട്, ഞാൻ എപ്പോഴും ദൈവത്തോട് ആലോചിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഹല്ലേലൂയ. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഓൺലൈനിൽ തന്നെ ഷെയർ ചെയ്തത്, പലർക്കും പറ്റുന്നൊരു അബദ്ധമായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഒരു കാര്യം നീ മനസ്സിലാക്ക്, നീ ഒരു പാവം ചെയ്ത ദൈവം നാട്ടുകാരോടല്ലത് പറയുന്നത്, നീ ഒരു പാവം ചെയ്ത ദൈവം നിന്നോട് തന്നെ സംസാരിക്കാറ്. ഹാലയിലെ കാരണം നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞ നമ്മുടെ ഉള്ളിൽ ദൈവം ആ പാപബോധം തരും. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നടക്കുന്നവരാണെങ്കിൽ ഈ പാപബോധം നമ്മുടെ ഉള്ളിൽ, അല്ലെ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ തരും. അയ്യോ ഇത് ഞാൻ ചെയ്ത തെറ്റാണ്, അല്ലെ ഇത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല, ദൈവത്തിന് സങ്കടമെന്ന് ഇത് തോന്നിപ്പിക്കുന്നത് നാട്ടുകാരോടല്ല, നിന്നോടായിരുന്നു.
നീ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, നിനക്ക് അങ്ങനെ കാര്യം ഓർമ്മ പറയും, ഇതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ആൻറ്റി, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവള് അല്ലെ മാർക്ക് എവിടെ കുറഞ്ഞു എന്ന് ചോദിച്ചാ, അപ്പൊ ഞാൻ ചെയ്ത് ആദ്യമായിട്ടാണ് ആൻറ്റി. അല്ല ആൻറ്റി, എനിക്ക് നേരത്തെ ഒരു പ്രാവശ്യം ആൻറ്റി ഇത് സ്വപ്നം കണ്ട്, ഞാൻ സ്വപ്നം കണ്ട്, ദൈവം സ്വപ്നം കാണിച്ചപ്പോൾ എന്നോട് ഇത് പറഞ്ഞിരുന്നു, എന്റെ ഉള്ളിൽ ഇത് ഭീതിയായിട്ട് കിടക്കുകയാണ്. ഹാലേലുയ. എങ്ങനെയാ ഞാൻ പറയുന്നത്? പിശാചിന്റെ തന്ത്രമാണ്, നീ തിരിച്ചറിയണം. ഹാലേലുയ. കാരണം നീ നിന്റെ വാഗ്ദത്തങ്ങൾക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഡിലേ ആക്കാൻ വേണ്ടി പിശാചി ചെയ്യുന്ന തന്ത്രമാണ്. കാരണം ദൈവം നിന്നോട് അറിയിക്കാതെ നിന്റെ പാപം മറ്റൊരാളോട് വെളിപ്പെടുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പരസ്പരം നോക്കാൻ പറ്റുമായിരുന്നു സിസ്റ്ററെ? എല്ലാവരുടെയും പാവം ചെയ്യും, മറ്റൊരാൾ ചെയ്ത് അവൾ ആ പാവം ചെയ്ത്, ഇവർ ഈ പാവം ചെയ്ത്, അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്ത്. അല്ലെങ്കിൽ ഇവർ പറയണം നീ എന്താ ചെയ്തതെന്ന് പറയണം. ഹാലേ. ദൈവം പറയുകയാണെങ്കിൽ പകുതിയായിട്ടൊന്നും പറയത്തില്ല. ഹാലേ ലൂയ. ആമേൻ, സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞു, അതിനിങ്ങനെ കുറെ സമയം എഴുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇത് എന്താണ് ദൈവം, എന്ത് ദൈവ സ്നേഹം. നമ്മുടെ ദൈവത്തിന് നമ്മളൊരു പാപം ചെയ്ത ദൈവം നമ്മളെ വെറുക്കുകയും തോറ്റുപോകണം, നശിച്ചു പോകണം ചിന്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പക്കൽ അനീതി ഒന്നുമില്ല, ദൈവത്തിന്റെ പക്കൽ ദുഷ്ടതയില്ല, ദൈവത്തിന്റെ പക്കൽ ഹാലേലുയ അവൻ നശിപ്പിക്കണമെന്ന് നമ്മുടെ ശാപമില്ല, ഒന്നുമില്ല ദൈവത്തിന്റെ പക്കൽ. ഹാലേലുയ. കാരണം ദൈവത്തിന് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെ ഉയരത്തിന് സ്വർഗീയ പിതാവിന്ന് വരുന്ന ദൈവത്തിന്റെ വചനം. ഹാലേലൂയ. അപ്പൊ ഒരു തെറ്റ് സാറാമ്മ സിസ്റ്റർ ഒരു കള്ളം പറഞ്ഞു പോയി സാറാമ്മ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, എന്നാ അവളെ ഞാൻ അങ്ങോട്ട് അടിച്ച് അവളെ നശിപ്പിച്ചേക്കാം എന്ന് വിചാരിക്കുന്നത് ഒരിക്കലുമില്ല. കള്ളം പറഞ്ഞ ഉടനെ ദൈവം തരും. എന്താ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മ നമ്മളോട് പറയും, മനെ തെറ്റായി, അതല്ല ശരിയല്ല, പറയരുത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ ഒരു കുത്തൽ വരും. അപ്പൊ തന്നെ നമ്മൾ ദൈവസന്നിധി അത് ഏറ്റു പറയും. ആമേൻ, സ്തോത്രം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പാപം കൊണ്ട് നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതെല്ലാം ദൈവം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ടും അനുസരിക്കാതെ വഴിവിട്ട് നടക്കുന്നവരെയൊക്കെ കുറിച്ച് വല്ലപ്പോഴും പ്രവാചകന്മാരിലൂടെയോ ഒക്കെ ദൈവം ഇടപെടും. അതും ദൈവം പൊളിച്ച് അത് അവരെ അപമാനിക്കുന്ന രീതിയിൽ പറയത്തില്ല. ഹാലലൂയ. നമ്മളൊക്കെ സൃഷ്ടി. അപ്പൊ അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഇന്ന് തെറ്റിപ്പോന്ന കാര്യം ഞാൻ പറഞ്ഞത്. പലരും അവരെ പറഞ്ഞ് പലരെയും അതുപോലെ പറഞ്ഞ് നശിപ്പിച്ച് കളയുന്ന ഒരു ഇതുണ്ട്. ഇപ്പൊ ദൈവത്തിന് പോലും അകറ്റി കളയുന്ന അവര് നാളെ ചോദിക്കും, ദൈവമേ ഹാലലിയ, നീ ഇങ്ങനെ ദൈവമാണോ? ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് അത് ജയിക്കാൻ കഴിയാതെ തോപ്പിച്ച് കളയുന്ന ദൈവത്തെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ സിസ്റ്ററെ? ഇഷ്ടപ്പെടുമോ? ഇല്ല, ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ട് ഞാൻ കേട്ടതൊക്കെ അറിവാ, എനിക്കറിയത്തില്ല, സത്യമാണോന്ന് അറിയത്തില്ല. എന്തോ പറഞ്ഞു, നമ്മുടെ മാർക്കോസിനോട്, പാട്ടുകാരൻ മാർക്കോസിനോട് അതിന് സുവിശേഷം പറഞ്ഞു, ഏതോ ഒരു പാസ്റ്റർ പറഞ്ഞു. അപ്പൊ എന്തോ എന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളിയോട് പറഞ്ഞ കാര്യം ഞാൻ കേട്ടതിനകത്ത്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തോ കാര്യം പറഞ്ഞപ്പോഴത്തെ പുള്ളി പറഞ്ഞത്. അങ്ങനെ ദൈവത്തെ, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ദൈവത്തിന് ഒരു ഭീകര ജീവിയായിട്ട് മറ്റുള്ളവർ മുമ്പ് ചിത്രീകരിക്കരുത്. കാരണം നമ്മുടെ ദൈവം ഒരു ഭീകര ജീവിയല്ല, സ്നേഹസ്വരൂപനായ പുത്രനാ, അല്ലേ? നമ്മളൊരാളോട് ദൈവം നീ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെ പറ്റും, അങ്ങനെ പറ്റും, ഇങ്ങനെയല്ല പറയേണ്ടത്. പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ വിശ്വാസി വന്ന സമയത്ത് ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോ പറയാണ്, പറയാം, നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയാവോ? നീയൊക്കെ ഇപ്പൊ ഞാൻ നടക്കുന്നത് ദൈവത്തിന്റെ ഇത് ഇല്ലെങ്കിലുണ്ടല്ലോ, മര്യാദക്ക് കണപ്പെട്ട ഇല്ലെന്നുണ്ടെങ്കിൽ ചീട്ട് കൊട്ടാരം പോലെ ദൈവം താഴെ നിന്നൊരു വലി വലിച്ച് പൊല്ലിക്ക് പടപടാതെ താഴേക്ക് മൊത്തത്തിൽ നശിച്ചു പോകുന്നു. അപ്പൊ ഇത് കേട്ടോ ഞാൻ, കർത്താവേ എന്റെ ദൈവം അങ്ങനെ ദൈവം, ഇന്ന് മനുഷ്യൻ ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നു? ഒരു മനുഷ്യനുണ്ടാവുകയാണ്. ദൈവത്തിന് അങ്ങനെ ഒരു ഭീകര ജീവിയാണ് ദൈവം. അപ്പൊ നമ്മുടെ ദൈവം അതുപോലെ ദൈവമല്ല. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് രാജാവിന്റെ രാജാവിന്റെ വിളംബരം, രാജാവിന്റെ ആജ്ഞ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാരുടെ എല്ലാം മീതെ ഇരുന്ന ഒരാളെ കണ്ടപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങളെ പാലിക്കുന്നവൻ കുമ്പിടാൻ തയ്യാറായില്ല. പലതവണ ഇത് പലരും പറഞ്ഞു നോക്കിയിട്ടും മൊർദെഖായിക്ക് യാതൊരു മാറ്റവും ഇല്ല. എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാല്, എത്ര വലിയ വാഗ്ദത്തങ്ങൾ വന്നാലും, എത്ര വാഗ്ദാനങ്ങൾ വന്നാലും, ഞാൻ ഇതിലേക്ക് നീ വരുത്തില്ല, എന്നെ അങ്ങോട്ട് ചേർക്കാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. എനിക്കൊരു കാര്യം ഉറപ്പാ, ഇവിടെ ഇന്ന് ഞാനിപ്പോ ഇതൊക്കെ വിട്ടിട്ട് ഇവരുടെ കൂടെ പള്ളിയിലൊക്കെ പോകാമെങ്കിൽ എനിക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാവരും പൈസയൊക്കെ തരാനായിട്ട്, എല്ലാ കാര്യങ്ങളും തരാനായിട്ട് റെഡിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സ്തോത്രം, അവരുടെ വിചാരം, അവരുടെയൊക്കെ ചിന്തകൾ ഞാൻ ഇതിൽ നിൽക്കുന്നത് കൊണ്ട്
എന്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, അത് മനസ്സിലാക്കി ഞാൻ ബുദ്ധി പഠിച്ച് തിരിച്ചു വരണമെന്ന് അവരൊക്കെ ആലോചിക്കുന്നു. ഹാലെ, പക്ഷെ ഞാൻ പറയും ഹാലെ, എന്റെ ദൈവം ഹാലെ ഒരു ചെറിയൊരു ഇവിടെ മൊർദെഖായിയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ലെന്ന് വെച്ചാൽ അനുഭവപ്പെട്ടു. ഹാലെലിയ, പ്രശ്നങ്ങൾ വന്നില്ലെന്ന് വന്നു. പക്ഷെ ഈ പ്രശ്നങ്ങൾക്ക് മുമ്പ് ദൈവം അവിടെ പരിഹാരം ചെയ്തു വെച്ചിട്ടാണ്. അവിടെ തുടക്കത്തിൽ നമ്മൾ ലാസ്റ്റ് 2 23 വാക്യത്തിൽ വായിക്കുന്നു, ആമേ ഹാലേലിയ, ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്ത്? മൊർദെഖായിയെ കുറിച്ചുള്ള കാര്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ച് അനന്തരം അതിനുശേഷമാണ് ഹാലേലിയ ഹാമാനെ കയറ്റി മുകളിലോട്ട് വെച്ചത്. ഹാമാനെ കുമ്പിടണമെന്നുള്ള വിളംബരം വന്നത്. ഇത് നീ എന്ത് ആണെന്ന് ദൈവസന്നിധി എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് നേരെ ഈ ലോകത്ത് നിൽക്കുന്ന എത്ര വലിയ ആൾക്കാര് പടയൊരുക്കിയാലും എത്ര വലിയ പദ്ധതികൾ മെനഞ്ഞാലും അവിടെ പറയുന്ന താഴോട്ട് വരുമ്പോഴേ അവന് മൊർദെഖായി മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് ഇഷ്ടം. അവൻ കാരണം അവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് ഹാലേലിയ ഇത് അവൻ താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഹൂദനാണെങ്കിൽ അവനൊരു പ്രമാണമുള്ളവനാണ്. അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. സത്യദൈവത്തെ ആരാധിക്കുന്നവനാണ്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നടക്കുന്നവനാണ്. അത് വിട്ട് അവൻ ഇടത്തോട്ട് വലത്തോട്ട് ഏത് ജീവിത സാഹചര്യത്തിലും മാറാത്തവനാണ്. അതാണ് യഹൂദൻ എന്നുള്ള വീട് കേൾക്കുമ്പോ അറിയാം. കുറച്ച് കഴിയുമ്പോ ഹാമാന്റെ ഭാര്യ തന്നെ പറഞ്ഞ് അവൻ യഹൂദനാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. കാരണം വെച്ചാൽ നീ ദൈവത്തിന്റെ വചനത്തെ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ, ദൈവവചനത്തിലും പ്രാർത്ഥനയിലും നീ മുൻപോട്ട് പോകുന്നതിന് ആരൊക്കെ എത്രയൊക്കെ പദ്ധതി ഇട്ടാലും പദ്ധതികൾ ഉണ്ടാവില്ലെന്ന് ഞാൻ പറയത്തില്ല. ദുഷ്ടന്റെ പദ്ധതികൾ എന്നും ദിനംപ്രതി നമുക്കെതിരെ വരും. പക്ഷെ അവൻ ജയിക്കത്തില്ല. കാരണം നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന യഹൂദനെ വിളിക്കുന്നത് അല്ലെ? ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് യുദ്ധം ചെയ്യാൻ പോകുന്ന മണ്ടന്മാരെ എന്താ പറയേണ്ടത്? ഹാലേലൂയ. ഇന്ന് ഞാൻ പറയാം, ഇസ്രായേലിന്റെ ഭാഗത്ത് എന്തൊക്കെ കൊള്ളരുതായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അവർക്ക് കൊടുത്തേക്കുന്ന പ്രോമിസ് എന്താ പറയാ, ഒരു കഴുകൻ ഹാലേലൂയ ചുറ്റി പറന്ന് കാക്കുന്നത് പോലെ ദൈവം അവരെ കാക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അതിന്റെ മീതെ അതിനെ നശിപ്പിക്കാനായിട്ട് ഈ ലോകത്തിലെ സകല ശക്തികൾ ഒരുമിച്ച് നല്ല സാധ്യത. പക്ഷെ ഒരു സമയത്ത് ഇത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാര്യം ദൈവം അനുവദിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ അവര് നോക്കണം എവിടെയൊക്കെ കുത്തിവെങ്കിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ദൈവം അനുവദിച്ചു കൊടുക്കും. പക്ഷെ അല്ലാതെ അവരെ തൊടാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഞാൻ പറയാം, അവരെത്ര തെറ്റ് ചെയ്താലും, എന്റെ വീട്ടിൽ എന്റെ മക്കൾ എത്ര തെറ്റ് ചെയ്താലും എത്ര കുറ്റം ചെയ്താലും അതിനെ ക്ഷമിക്കുകയും പൊടുക്കുകയും അവരെ ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ഞാൻ അയലത്തുകാരൻ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇല്ലേ? സമ്മതിക്കുമാരെങ്കിലും നമ്മുടെ മക്കൾ ആരെങ്കിലും അയലത്തുകാരെ ഒന്ന് അടിച്ചു നോക്കട്ടെ. എത്ര വലിയ സ്നേഹമുള്ള പറഞ്ഞാൽ അതൊക്കെ കൊള്ളാൻ മാറി നിൽക്കാൻ കൊണ്ടെന്ന് പറയും അല്ലേ? നമ്മുടെ എത്ര വലിയ അടുപ്പമുള്ളവരാന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനു പറയുന്നത്, അവരെ ഗ്രാൻഡ് പേരൻസ് പോലും അവരൊന്ന് അടിക്കുക വഴക്കുറയോ ചെയ്യുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളില് തെറ്റ് ചെയ്ത് ശിക്ഷിക്കാൻ നമുക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പറയുന്ന കണക്ക് അവകാശമുള്ളൂ എന്ന് പറയുന്നത്. ഒരു ടീച്ചർ തന്നെ കുഞ്ഞുങ്ങളെ മോശമായിട്ട് എന്തെങ്കിലും ആവശ്യമില്ല അടിച്ചത് അവിടെ അപ്പനും അമ്മ അങ്ങോട്ട് പോവല്ലേ, എന്തിനാ അടിച്ചതെന്ന് ചോദിക്കും. നമ്മുടെ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് നമ്മൾ അന്വേഷിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്ത്, അതുപോലെ ഇസ്രായേല് ദൈവത്തിന്റെ സ്വന്തം ജനവ. അവരെന്ത് ചെയ്താലും ദൈവം അവരെ ശിക്ഷിക്കും, അത് വേറെ കാര്യം. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും കയറി തോണ്ടാൻ വന്ന ദൈവം സമ്മതിക്കത്തില്ല. അത് ദൈവവും അവരും തമ്മിലുള്ള ആ ബന്ധത്തിലുള്ളതാണ്, സ്വന്തം ജനമാണ് അവര്. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ അപ്പനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോഴും നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള പദവിയിൽ നിന്ന് മാറുന്നില്ല. നിത്യത അറിയതൊക്കെ വേറെ വിഷയം, അത് നമുക്ക് കിട്ടുമോ ലഭിക്കുമോ എന്നൊക്കെ നമ്മുടെ ജീവിതമൊക്കെ അനുസരിച്ചൊക്കെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പൻ മക്കൾ എന്നുള്ള ബന്ധം അതൊരിക്കലും മാറത്തില്ല. അത് നമ്മുടെ മേൽ ഉള്ളിടത്തോളം കാലം പുറത്ത് നാലിലും വന്ന് നമ്മളെ തോണ്ടാൻ സമ്മതിക്കും സിസ്റ്ററെ? ഇല്ല. ദൈവം നമ്മളോട് പറഞ്ഞ നമുക്ക് ചുറ്റും ദൈവം തീ മതിലിട്ട് സൂക്ഷിച്ചേക്കുക. ഇത് ദൈവം പൊളിച്ചു കൊടുത്താലേ ഇങ്ങോട്ട് കയറത്തുള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തെ ആരെങ്കിലുമൊക്കെ കയറുന്നെങ്കിൽ വിചാരിച്ചിട്ട് ഇത് പൊളിച്ചു കൊടുക്കും. എവിടെയൊക്കെ പൊളിച്ചു കൊടുത്തു, അല്ല മതിൽ ഇടിഞ്ഞു കിടക്കുക, വാതിലൊക്കെ തുറന്നു കിടക്കല, തീ വെച്ച് ചുട്ട് നശിപ്പിച്ച, എന്നാൽ മാത്രമേ കയറത്തുള്ളൂ. അത് കയറണമെങ്കിൽ എന്താ കാര്യം വെച്ചാൽ നമ്മുടെ
ജീവിതത്തിൽ അവൻ ചിലത് ക്രമീകരിക്കാനോ ഇല്ലെങ്കിൽ നമ്മളെ ഒന്ന് ടെസ്റ്റിലൂടെ കടത്തിയിട്ട് കുറച്ചുകൂടെ നല്ലതാക്കാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അല്ലെ, ഇവിടെ നമ്മൾ വായിച്ചെടുത്ത് ഭാഗത്തേക്ക് വന്ന് നമ്മൾ കാണുന്നുണ്ട്. അല്ലെ, സകലരും ഹാലേലിയ ആമേ പ്രഭുക്കന്മാരുടെ മീതെ വെച്ച് രാജാവ് വിളംബരം ചെയ്യട്ടെ ഹാലേലി. അവിടെ ഹാമാനെ കുമ്പിടാനായിട്ട് മോർദെഖായി തയ്യാറല്ലായിരുന്നു. മോർദെഖായി യഹൂദനെന്ന് അറിഞ്ഞതുകൊണ്ട് ആമേ മോർദെഖായെ മാത്രം കൈകാര്യം ചെയ്യും ഹാമാന് ആമേ അത് ഇഷ്ടമായില്ല. ഒരു ബുദ്ധിമുട്ട് തോന്നി അവിടെ ഹാലേലി. അത് ആമേ മോർദെഖായി തന്നെ കുമ്പിടാൻ കണ്ട് ഹാമാൻ കോപം. എന്നാൽ മോർദെഖായി മാത്രം കയ്യേറ്റി അവന് പുച്ഛകാര്യമായി തോന്നി. ഹാലേലൂയ. ആ മോർദെഖായ ജാതി ഇന്നത് അവന് അറിവ് കിട്ടില്ല. അതുകൊണ്ട് അഗേശ്വരാശ രാജ്യത്തുള്ള എല്ലാ മോർദെഖായി ജാതിക്കാരെ യഹൂദന്മാരെയൊക്കെ നശിപ്പിക്കും. ഹാമാൻ തരം അന്വേഷിച്ചു. ഇന്ന് സരമസിസ്റ്റ് അല്ല വിഷയം, ഹല്ലേലൂയ, മിനി അല്ല വിഷയം, ഇവിടേക്ക് ഓരോരുത്തരും അല്ല വിഷയം. കാരണം ഹല്ലേലൂയ ഇത് ഇന്ന ജാതിയെ കൈയടിച്ച് പാട്ട് പാടുന്ന ഹാലേലിയ അല്ലെങ്കിൽ ബഹളം വെച്ച് ഹാലേലിയ ആളെ കൂട്ടുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ മാത്രമല്ല നശിക്കേണ്ടുന്നത്, ഈ ജാതി മുഴുവൻ നശിപ്പിക്കാൻ നോക്കൊണ്ടിരിക്കുക. പിന്നെ എന്തൊക്കെ ബില്ലുകൾ കൊണ്ടുവരുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, എന്തൊക്കെ ഹാലേലി ആമെ അവർ കയറി പാസ്സാക്കുന്ന അവരുടെ അധികാരം മുഴുവൻ അവർ ഉപയോഗിക്കുകയാണ്. ഈ അധികാരം മുഴുവൻ ഉപയോഗിച്ചാലും ഹാലേലൂയ ഇതിനെ നശിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ഹാലേലൂയ ആമെ ഈ അധികാരത്തിന്റെ ഒക്കെ കൊടുത്തവൻ, ഈ അധികാരികളുടെ ഒക്കെ മുകളിലിരിക്കുന്ന സർവ്വ അധികാരി ആരാന്ന് വെച്ചാൽ നമ്മുടെ അപ്പനാണ്. ഹാലേലൂയ. നമ്മുടെ അപ്പന്റെ കണ്ണ് വെട്ടിച്ചിട്ട് നമ്മുടെ അപ്പൻ കാണാതെ നമ്മളെ ആമെ തൊടുവാനായിട്ട് പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയും, സഭയ്ക്കെതിരെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അക്രമങ്ങൾ വളരുന്നുണ്ട്. ഹാലേലൂയ ആമെ അവർ കയറുന്നുണ്ട്. ഇതൊക്കെ ആമെ ദൈവം അറിയാണ്ടല്ല സംഭവിക്കുന്നത് മനസ്സിലാക്കണം. കാരണം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു ചിലതൊക്കെ. കാരണം ഒന്ന് നമുക്കറിയാം പ്രതികൂലത്തിലാണ് സഭ വളർന്നിട്ടുള്ളത്. പിന്നെ ദൈവമക്കൾ വീണ്ടും ഉണരേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നിങ്ങൾ പോകുന്ന ഈ പോക്ക്, ഈ സാധാ പോക്ക് എന്താ ശീതോഷ്ണവാനായിട്ട് പോകുന്ന പോലെ പോവുക. ചൂടുണ്ടോ ഉണ്ടോന്ന് വെച്ച് വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് വരും. ഞായറാഴ്ച ദിവസം സഭയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ നമ്മളൊക്കെ ഭയങ്കര തീയ, പുറത്തോട്ട് ഇറങ്ങാൻ വീണ് തണുപ്പ. ഹല്ലേലൂയ. അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ എല്ലാ ദിവസവും നമ്മൾ ചെന്ന് ആ ക്രൂശിനെ ധ്യാനിച്ച് തന്നെത്താൻ തകർത്ത് ഹല്ലേലൂയ നമ്മളുടെ തന്നെത്താൻ തകർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തെ ഇത് മരിച്ചതാണെന്നുള്ള ബോധത്തിൽ നമ്മൾ നടക്കണം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞായിരുന്നു, അബ്രഹാമിന്റെ ശരീരം നിർജീവത്വം പ്രാപിച്ച ശരീരമായിരുന്നു. അപ്പൊ അവിടെ പുത്രോത്പാദനത്തിന് ശേഷി ലഭിക്കുമെന്ന് പറഞ്ഞു അബ്രഹാം ശരീരത്തെ നോക്കി ഡെയിലി പറഞ്ഞാണ്, ഇത് മരിച്ചിട്ടുള്ളത് ജീവനുണ്ട്, ഇത് മരിച്ചിട്ടുള്ളത് ജീവനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജീവൻ പ്രാപിച്ചത്. അതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ഇത് മരിച്ചതാണ്, ഇതിന് ജീവനില്ല, ഇത് മരിച്ചതാണ്, ഇതിന് ജീവനില്ല. മരിച്ചതാണെങ്കിൽ ഹാലേലിയ നിന്റെ പിന്നാലെ വരുന്ന ഹാലേലിയ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നീ തിരിച്ചെന്ന് ഒന്ന് പറഞ്ഞ് രണ്ട് പറയത്തില്ല. കാരണം എന്താ? നീ മരിച്ചത്, നീ ചത്തനെ എന്താ പ്രതികരണ ശേഷിയുണ്ടോ? ഇല്ല. നിന്നെ നിന്ദിക്കുമ്പോൾ, നിന്നെ അപമാനിക്കുമ്പോൾ, നിന്നെ പരിഹസിക്കുമ്പോൾ നിനക്ക് ഫീൽ ചെയ്യത്തില്ല. നിനക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നത് നീ മരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ നോക്കി തന്നെ പറയണം, എന്താ ഇത് മരിച്ചതാ, ഇതിന് ഫീലിങ്സ് ഇല്ല, ഇതിന് ഈഗോ ഇല്ല, ഇതിന് നിന്നയില്ല, പരിഹാസമില്ല, ഒന്നും ഏക്കത്തില്ല. കാരണം മരിച്ചവനിലേക്ക് എന്തെടുത്തിട്ടാലും ഒരു ചത്ത കിടക്കുന്ന ശവത്തിന് ഒന്നും എഫക്ട് ചെയ്യത്ത. അതിന് മുമ്പ് ചെന്ന് എന്തൊക്കെ എനിക്ക് സത്യം പറയാൻ ചിരി വരും. കാരണം ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ആകപ്പാടെ നമ്മുടെ സിസ്റ്റർ ഹസ്ബൻഡിന്റെ മരണത്തിന്റെ പ്രസംഗം കണ്ടത്. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ലൈവ് വരുമ്പോൾ ഇടയ്ക്കെങ്ങാണെന്ന് കയറി കണ്ട. അപ്പൊ ഈ മരിച്ചു കിടക്കുന്നവരെ കുറിച്ച് എത്ര വാനോളം പോയിരുന്ന ആൾക്കാർ ചെന്ന് ആര് മരിച്ചാലും ഞാൻ പറയും. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ മരിക്കുമ്പോൾ അവൻ എത്ര കൊള്ളത്തിൽ മരിച്ചു കഴിഞ്ഞാൽ അവനെ പോലും നല്ലവൻ ആരുമില്ല. അതാണ് പറയുന്നത്. ഹാലേലൂയ. അപ്പൊ ഇത് ആ ശവത്തിന് മുമ്പ് ഇന്ന് എന്തൊക്കെ എത്രയൊക്കെ വാനോളം പോയത് ഈ കിടക്കുന്ന മനുഷ്യൻ വല്ലതും കേൾക്കുന്നുണ്ടോ എന്റെ സിസ്റ്ററെ? ശവം ഇത് കേട്ടിട്ട് സന്തോഷിക്കുന്നുണ്ട്? ഒന്നുമില്ല, വെറുതെ ഹല്ലേലൂയ സമയം പാഴാക്കുന്നു. കാരണം വെച്ചാ അത് മരിച്ചുപോയി. ഇനിയിപ്പോ ഇവർ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പാടി പുകഴ്ത്തിയാലും അതിനൊരു ചലനവും ഇല്ല. കാരണം അത് ചത്തതാണ്. ഇതുപോലെ നമ്മൾ കർത്താവിലായി കഴിഞ്ഞ് നമ്മൾ ചത്തവരാണെന്നേ. ഞങ്ങൾ മരിച്ചു, പഴയ മനുഷ്യൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രിസ്തു നമ്മൾ പൂരാമേ. ആ ക്രിസ്തു നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും എഫക്റ്റ് ചെയ്യരുത്.
ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമ്മൾ പറയുന്നത് ആ ജാതി മുഴുവൻ നശിപ്പിക്കാനായിട്ട് അവർ നോക്കുന്നത്. അതുപോലെ നമ്മളെ മുഴുവൻ നശിപ്പിക്കാനായിട്ടാ ഇന്ന് ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ജാതികൾ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ അന്വേഷിക്കുന്നത്. കാരണം എന്താട്ടെ, അവർക്ക് മറ്റെല്ലാം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ക്രിസ്ത്യാനി നാമധേയ ക്രിസ്ത്യാനികളായിട്ട് എല്ലാവർക്കും ഹല്ലേലൂയ കള്ളു കുടിക്കാൻ പോയ ബുദ്ധിമുട്ടില്ല, സിനിമ കാണാൻ പോയ ബുദ്ധിമുട്ടില്ല, പാർട്ടിക്ക് ബുദ്ധിമുട്ടില്ല, ഇനി അമ്പലത്തിൽ ഉത്സവത്തിന് ബുദ്ധിമുട്ടില്ല, ഹല്ലേലൂയ എന്തിനു പോലും ബുദ്ധിമുട്ടില്ല. പക്ഷേങ്കിൽ പെന്തക്കോസ്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് അവർക്കൊക്കെ എന്താ പറയുക ഹാലളവ് നടക്കുക. അപ്പൊ തന്നെ പിശാചി ബാധിച്ച കിടക്ക് അപ്പൊ ബഹളം തുടങ്ങും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പോകാൻ പാടില്ല. എന്തുകൊണ്ടാ? അവരിലിരിക്കുന്ന പിശാചിനറിയാം ഇത് പോയാൽ ശരിയാകത്തില്ലെന്ന്. ഇത് ഒരുവൻ മതി, ഒന്ന് വീടിനകത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് അവന്റെ കഥ കഴിഞ്ഞു എന്ന് അവനറിയാം. ഹല്ലേലൂയ. ഇന്നും കണ്ണു തുറക്കാത്ത ഇരുട്ടിക്കിടക്കുന്ന പല ജനവും നമ്മുടെ കൊണ്ട് ഇവിടെ ഒരു മൊർദെഖായി മൊർദെഖായിക്കെതിരെയുള്ള പദ്ധതി പിന്നെ എത്ര വലുതാക്കി പോയി നമുക്കറിയാം. ആ രാജ്യത്തുള്ള മുഴുവനുള്ള യഹൂദന്മാരെ നശിപ്പിക്കാനായിട്ട് എന്താ പറയാ പത്രം എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് സീല് വെച്ച് കഴിഞ്ഞു. പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റും നമുക്ക് എല്ലാവർക്കും രാജാവിന്റെ മോതിരം കൊണ്ട് മോതിരം കൊണ്ട് മുദ്രയിട്ട് കഴിഞ്ഞാൽ അതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയത്ത. പക്ഷെ ഞാൻ പറയും ഏത് രാജാവിന്റെ ഏത് നിയമം ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ചില നിയമങ്ങൾ മാറിപ്പോണേ. ഞാൻ പറയും ഏത് ഭരണാധികാരി ഏതൊക്കെ നിയമം ഉണ്ടാക്കി അവരെവിടെയൊക്കെ പാസ്സാക്കി വെച്ചാലും കീറണമെന്ന് ദൈവം വിചാരിച്ചാൽ കീറി കളഞ്ഞിരിക്കും. അതിന്റെ മീതെ ഒന്ന് എഴുതാനായിട്ട് ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തൊക്കെ നിയമം ദൈവമക്കൾക്കെതിരായിട്ട് ഇന്ന് വന്നെന്ന് പറഞ്ഞാലും സുവിശേഷത്തിനെതിരായ എന്തൊക്കെ നിയമം വ്യാപരിച്ചാലും എന്തൊക്കെ എഴുതി കൂട്ടി വെച്ച് അതൊക്കെ പാസ്സാക്കി. ഇനിയിപ്പോ നിയമസഭയെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ അവിടെ എന്താ പറയാ ഭരണകൂടത്തിൽ ഇവിടെയൊക്കെ കൊണ്ട് പാസ്സാക്കി കൊണ്ട് വെച്ച് ഫയൽ ചെയ്ത് വെച്ചാൽ അതിന്റെ മീതെ ഒന്ന് എഴുതാൻ കഴിയുന്ന ദൈവം നമ്മുടെ ദൈവം. നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ അറിയാം ഇവര് എഴുതി കൊടുത്തുവിട്ട് അടുത്തത് മറ്റുള്ളവർ എഴുതി അത് അവിടെ എത്തി ഇവര് നശിപ്പിക്കണം ദിവസം അവര് മറ്റവരെ മേൽ ജയമെടുത്തു. അതുപോലെ ദൈവം അനുവദിക്കാതെ നിന്റെ തലയിൽ നിന്ന് ഒരു മുടി കൊഴിയത്തില്ലെങ്കിൽ നിന്റെ നേരെ ആരൊക്കെ എത്രയൊക്കെ പദ്ധതി ഇട്ടാലും നീ എന്റെ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ, നീ എന്നെ മാത്രമേ കുമ്പിടത്തുള്ളെങ്കിൽ, എന്നെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, നിന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും രാജാവിന്റെ നിയമമോ രാജാവിന്റെ മീതെ അല്ല ഈ ലോകത്തിൽ ഏതെങ്കിലും പ്രഭുക്കന്മാരുടെ നിയമത്തിലോ നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അതാണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, അതാണ് ദൈവത്തിന്റെ ഫേവർ നമ്മുടെ മേലുള്ളത്. നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ നമുക്ക് ആരുമില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, നമുക്ക് സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടെ കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ദൈവമല്ല. കാണാതെ വേണം കണ്ണ് മന്ദമായി പോയിട്ട്, കേൾക്കാതെ വേണം ചെവി മന്ദമായി പോയിട്ടില്ലെങ്കിൽ ദൈവത്തിന് സകലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവം, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ പോലും അറിയുന്ന ദൈവം. നമ്മളൊന്ന് നിലവിളിച്ച് കഴിഞ്ഞ് എന്തുകൊണ്ട് നിലവിളിക്കുന്നു എന്ന് അറിയുന്ന ദൈവം. ഞാൻ പറഞ്ഞ ഒരു ലിറിക്സിനകത്ത് ഇങ്ങനെ കർത്താവെ എന്ന് ഞാൻ വിളിച്ചിടുമ്പോൾ എന്നിടെ ഹൃദയം നീക്കാൻ, നമ്മളൊരു കർത്താവെ എന്ന് നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവമാണ്. അത് എന്ത് ഹൃദയത്തോടു കൂടിയ ഹൃദയത്തിൽ എന്ത് ചിന്തയോടുകൂടി നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഞാൻ പറയാം ദൈവത്തെ പറ്റിക്കാൻ വിളിക്കുന്നവരുണ്ട്, ശരിക്കും പറഞ്ഞാൽ സത്യമായി വിളിക്കുന്നവരുണ്ട്. സത്യമായി വിളിച്ച നിന്റെ ഒരു വിളി മതി, ഒന്നും പറയണ്ട, നിന്റെ വിഷയങ്ങളൊന്നും പറയണ്ട, എണ്ണി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ട, ഒന്നും വേണ്ട. അപ്പ എന്നൊന്ന് വിളിക്കുമ്പം കർത്താവിനറിയാം ഇവൾ എന്തുകൊണ്ടാണ് എന്റെ മോളിപ്പോ എന്താ വിളിച്ചതെന്ന്. അതറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. മൊർദെഖായി നമുക്കറിയാം ഇവിടെ മൊർദെഖായി മാത്രമല്ല, മൊർദെഖായിയുടെ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കാണ്ട് ഹാമാൻ പദ്ധതി ഇട്ട് പക്ഷെ ഹാമാന്റെ പദ്ധതി നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാം, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇന്നലെ ദൈവം ഇടപെട്ടതാ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് എഴുതപ്പെട്ട വചനമാണിത്. അതാ പറയുക, രാജാവും പ്രഭുക്കന്മാരുടെ എല്ലാം മേലെ ഇരുത്തി ഹാമാനെ കുമ്പിടുന്ന രാജാവിന്റെ കൽപ്പന ഇതെല്ലാം ഉണ്ടായിട്ടും അവിടെ ദൈവത്തെ രാജാതിരാജാവിനെ മാത്രമേ ഞാൻ കുമ്പിടത്തുള്ളൂ, സ്വർഗത്തിലെ ദൈവത്തിനെ മാത്രമേ ഞാൻ ആരാധിക്കത്തുള്ളൂ, അവിടെ മാത്രമേ ഞാൻ മറ്റുള്ളവർ മുമ്പ് എന്നെ അടിയറവ് വെക്കത്തില്ല എന്ന് ഒരു തീരുമാനം ഒരു യഹൂദന്റെ ഹൃദയത്തിൽ ഉണ്ടായി. അവനത് അവൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി എഴുന്നേറ്റു. ഇന്ന് നമ്മുടെ പല പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും പല പല പ്രതിസന്ധികൾ വന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യരുത് അവിടെ ഒന്നും. കാരണം നമ്മുടെ ദൈവം നമുക്കൊരു പ്രമാണം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. ഈ വചനത്തെ നമ്മൾ ഉറച്ചു നിന്ന, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ ഫോളോ ചെയ്യുന്ന ദൈവം ആരെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്ത് ഒരു ശക്തിക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എത്രയൊക്കെ പദ്ധതി ഇട്ടാലും നീ അതിനെക്കുറിച്ചൊന്നും ബോധരേ വേണ്ട.
ആ പദ്ധതികളെയൊക്കെ തിരുത്താൻ കഴിയുന്ന ഹല്ലേലൂയ ദൈവജനത്തിന് വിരോധമായും പ്രതികൂലമായും ഉണ്ടാക്കുന്ന സകല കൈയെഴുത്തുകളെ മായ്ച്ചു കളയാൻ കഴിയുന്ന ദൈവം നമ്മുടെ ദൈവം. എന്തൊക്കെ ബില്ല് വേണമെങ്കിലും പാർലമെന്റിലല്ല എവിടെയാണെങ്കിലും പാസ്സാക്കിക്കോട്ടെ, എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നോട്ടെ, എത്രയൊക്കെ സുവിശേഷ വിരോധികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തോട്ടെ. പക്ഷെ ഞാൻ പറയും, അതിനെയൊക്കെ അപ്പുറം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിനെ നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മുടെ ദൈവം തീരുമാനിക്കാതെ ഒരെണ്ണം അനേകം നമുക്ക് പലരുടെയും ടെസ്റ്റിമണി അറിയാം. പണ്ട് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീജുപതറൊക്കെ പറഞ്ഞിരിക്കുന്നത് അവര് BJP RSSകാരുടെ ഒക്കെ മണ്ഡലമായിരുന്നു. അവർ അവർ അച്ഛൻ പോലും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഇവര് രക്ഷയിലേക്ക് വന്നപ്പോഴത്തെ ഇവരെ കൊല്ലാനായിട്ട് RSSകാര് വീടിന്റെ മുമ്പിൽ വടിവാളും മറ്റു ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇവര് വീട് തുറന്ന് പുറത്തിറങ്ങി അവരെ കൊല്ലുമെന്നാണ്. ദൈവം പറഞ്ഞു, നിങ്ങൾ വീട് തുറന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. ഇത് അവർ പുറത്തിറങ്ങിയപ്പോൾ ഈ നിൽക്കുന്നവരെല്ലാം നിപ്പ് നിന്നു. എന്താ പറയാ, ഫ്രീസായി പോയി. അവർക്ക് അരങ്ങാൻ പറ്റില്ല, ഫ്രീസ് ആയിപ്പോയി. അവരാ നിൽക്കുന്നതെല്ലാം അതേപോലെ ഇവര് സുഖമായിട്ട് കൂളായിട്ട് നടന്നു പോയി. ഇവര് വണ്ടിയിൽ കയറി ഇവരവിടുന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് അനങ്ങാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാ, എന്റെ ദൈവം വിചാരിക്കണം ഇവനൊന്ന് അനങ്ങണമെങ്കിൽ. ഇല്ലേ, നമ്മളെ ഒന്ന് കാലെടുത്ത് മുമ്പോട്ട് വെക്കണം, ദൈവം അനുവദിച്ചേ പറ്റത്തുള്ളൂ. ദൈവം അവിടെ വെച്ച് സ്റ്റോപ്പാ നമ്മള്. എല്ലാരും പറയും എലിയാവ് എന്നിട്ട് ആഹാബിന്റെ മുമ്പിൽ പോയി ഹല്ലേലൂയ വെല്ലുവിളിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ പറയാതെ, എന്റെ സ്വർഗത്തിലെ ദൈവം പറയാതെ, ഞാൻ സേവിച്ച ദൈവം പറയാൻ മഞ്ഞമഴ പെയ്യത്തില്ല. രാജാവും ആ കൊട്ടാരത്തെ സകലം ഒരു പടയാളിയെങ്കിലും കയറി പിടിച്ചോ ഏലിയാവിനെ, പിടിച്ചു നിർത്തിയോ, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. ഇല്ല, കാരണം ഏലിയാവ് അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഏലിയാവ് സുരക്ഷിത എത്തേണ്ടടുത്ത് എത്തിയിട്ടായിരിക്കും അവിടെ ആൾക്കാർ ചലിച്ചു തുടങ്ങിയത്. കാരണം ദൈവത്തിന്റെ ശക്തി, ആ പവറിന് നമ്മൾ തിരിച്ചറിയണം. രജിതാരം പാസ്റ്റർ ഇതുപോലെ ടെസ്റ്റിമോട് പറഞ്ഞിട്ടിട്ട് സകലം വീടിന് മുമ്പ് വന്ന് ഇതൊക്കെ ആയിട്ട് വെട്ടിക്കൊല്ലും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് ഹല്ലേലൂയ ചേട്ടന്റെ നേതൃത്വത്തിൽ ഹല്ലേലൂയ അന്ന് RSSകാർ വന്ന് അവിടെ നിന്ന് ഒന്നും ചെയ്തില്ല. അവരുടെ മുമ്പിൽ കൂടെ പുള്ളി കൂളായിട്ട് ഇറങ്ങിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ഈ ലോകത്ത് ഒരായുധം നമ്മുടെ നേരെ വരത്തില്ല. നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. കാരണം എന്താ വെച്ചാ, എന്റെ ദൈവം അനുവദിക്കാതെ ഒരായുധത്തിന് നമ്മുടെ മേൽ തൊടാൻ പറ്റത്തില്ല. എത്രയൊക്കെ പദ്ധതി ഇട്ടാലും, എത്രയൊക്കെ കഴുകുമരം ഉണ്ടാക്കിയാലും, കഴുകുമരമൊക്കെ ഉണ്ടാക്കിയവർ സന്തോഷിച്ചവിടെ ഇരിക്കും. പക്ഷെ തൂങ്ങണമെന്ന് ആര് വിചാരിക്കും? ദൈവം വിചാരിക്കുന്നത് മാത്രമേ അത് തൂങ്ങത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നത്. അതാണ് ഈ വാക്യത്തിൽ ഇന്നലെ ദൈവം എന്നോട് പറഞ്ഞു ഈ ഭാഗത്ത് വായിച്ചപ്പോൾ. അതുകൊണ്ട് നമ്മുടെ ആശ്രയം ഒരിക്കലും ഈ ലോകത്തിൽ ഒന്നിനും, ഏത് ഉന്നതനാകട്ടെ, ഏത് പദവിയിലിരിക്കുന്നവരട്ടെ, അവരുടെ കൂടെ ഒരു സമയത്തേക്ക് പോലും അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ പക്ഷക്കാര എന്ന രീതിയിൽ നമ്മൾ നിൽക്കരുത്. അവിടെ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സൂർന്നെ പറയണം, ഞാൻ ഈ പക്ഷക്കാരി അല്ല, ഞാൻ നിങ്ങളോട് ചേരത്തില്ല, എനിക്ക് ഇത് ആചരിക്കാൻ പറ്റത്തില്ല, ഇതിൽ എനിക്ക് വിശ്വാസമില്ല, ഇത് ഞാൻ ഫോളോ ചെയ്യത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ പള്ളികളിലെ ചടങ്ങിലൊക്കെ പറയും, ജസ്റ്റ് അവിടെ നിന്ന് വന്ന് നിൽക്കുന്നൊന്നും വല്ല കുഴപ്പമുണ്ടോ? പെന്തക്കോസ്തുകാർ ആരും പള്ളിക്കകത്ത് കയറത്തില്ല. ഞാൻ പെന്തക്കോസ്തുകാർ പലരും പള്ളിക്കകത്ത് കയറി, പക്ഷെ ഞാൻ കയറത്തില്ല. എന്താ കാര്യം? അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ വല്ല കുഴപ്പമുണ്ട്? ഇതിലൊന്നും കൂടണ്ട, നമ്മൾ നിൽക്കുന്നോ ഇല്ല. പേടിയായിട്ടാണ് ഞാൻ പറയാം. എന്തിനു പേടിയായിട്ടല്ല, എനിക്ക് നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ വരാൻ പേടിയാണോ? നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഭയം ഇതുകൊണ്ടാണ്? പേടിയായിട്ടല്ല, ഭയം ഉണ്ടായിട്ടുമല്ല. അവിടെ ഇരിക്കുന്ന പിശാചുക്കളൊന്നും നമ്മളൊന്നും ചെയ്യത്തില്ല, അതിൽ ഉറപ്പുണ്ട്. പക്ഷേ അപ്പൊ താല്പര്യമില്ലെന്നേ. ചിലര് വെല്ലുവിളിച്ചു, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്തിനാ പോന്നെ? അവരുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. പ്രാർത്ഥനയ്ക്ക് ഇരുന്നാ എന്തോ കുഴപ്പം? ഇതൊക്കെ ചോദിക്കുന്നു. ഞാൻ ഇരിക്കത്തില്ല, ഞാൻ വരുന്നില്ല. ഇത് എന്റെ പേഴ്സണൽ വിഷയം. നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മളെ എന്തിലൊക്കെ പല രീതി പിശാചി തന്ത്രം പ്രയോഗിക്കും കേട്ടോ. കാരണം ചിലപ്പോൾ ചലഞ്ച് ചെയ്തൊക്കെ നോക്കും. കർത്താവ് യേശുവിനെ ചലഞ്ച് ചെയ്ത് എവിടെ കാലെടുക്കും, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി വാ, നാട്ടുകാരെ കൊണ്ടൊക്കെ പറയിച്ചില്ല. കർത്താവ് മൈൻഡ് പോലും ചെയ്തില്ല. കാരണം അവന്റെ മുമ്പിൽ നീ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ പുത്രനെ യേശുവിനെ തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, ആരും സ്ഥാപിക്കേണ്ട കാര്യം. അതുപോലെ ചിലപ്പോൾ നമ്മളെയും വന്ന് ചലഞ്ച് ചെയ്യും. ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതൊക്കെ. കാരണം അപ്പോൾ ഈ ചലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മൈൻഡ് ചെയ്തൊക്കെ, അപ്പൊ നമ്മളങ്ങ് കുറഞ്ഞു പോകത്തില്ല. ഇല്ലെന്നേ, ചില സ്ഥലത്ത് നീ ഉണ്ടായിരുന്നു ചലഞ്ച് പല രീതിയിൽ നിനക്ക് നേരെ ആയുധം വരും. പക്ഷെ ആയുധം എങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ട് അതിനെ തടുക്കണം. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് അവനോട് എതിർത്ത് നിൽക്കണം. എന്താന്ന് വെച്ചാൽ അവന്റെ തന്ത്രങ്ങളിൽ പോയി ചാടിക്കൊടുക്കരുത്. ചാടിക്കൊടുത്താൽ ചിലപ്പം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവം. അതുകൊണ്ട് നമ്മുടെ നേരെ വരുന്ന വെല്ലുവിളികളൊക്കെ കാണുമ്പോൾ അത് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഒഴിഞ്ഞു മാറുക. പലയിടത്തും കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, യഹൂദന്മാര് തള്ളിയിടാൻ നോക്കി, എറിയാൻ നോക്കി എന്നൊക്കെ കർത്താവ് ഒഴിഞ്ഞു പോയി എന്നാണ് എഴുതിയേക്കുന്നത്. അല്ലെ, അവിടെ എതിർത്ത് നിന്നോ നല്ല എഴുതിയേക്കുന്നത്.
അവരുടെ തന്ത്രങ്ങൾ അതൊക്കെ, അതിലേക്ക് വീഴാതെ അവിടുന്ന് മാറിപ്പോയി, ഒഴിഞ്ഞു. ചില സ്ഥലത്തൊക്കെ നമ്മൾ മാറിപ്പോണ്ടിടത്ത് മാറിപ്പോണം, ഒഴിഞ്ഞു മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറണം. എതിർക്കാൻ ദൈവം പറയുന്നെങ്കിൽ എതിർത്ത് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ആമേൻ, നമ്മൾ ആരാണ് തെളിയിക്കാനായിട്ട് ആരുടെ മുമ്പ് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരാന്ന് തെളിയിക്കുന്നത് നമ്മളല്ല, ദൈവമാണ്. ഞാൻ ആരാണെന്ന് എന്റെ വീട്ടുകാരുടെ മുമ്പിൽ, എന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, എന്റെ ബന്ധുക്കാരുടെ മുമ്പിൽ ഞാൻ തെളിയിക്കാൻ നിൽക്കണ്ട. ആര് തെളിയിക്കും വെച്ചാൽ ദൈവം തെളിയിക്കും. നമ്മൾ ആരാണെന്നല്ല, ദൈവത്തിന് നമ്മൾ ആരാണെന്ന് തെളിയിക്കും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ്. നമ്മൾ ചാടിക്കയറി നമ്മൾ ആരാന്നൊക്കെ തെളിയിക്കാൻ പോകുമ്പോൾ പലയിടത്തും പോയിട്ട് ഇടിച്ചു കൊടുത്ത് വീഴുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആരാന്ന് ഇവിടെ നമ്മളറിയാം. മൊർദെഖായി ആരാണെന്ന്, എന്തുകൊണ്ട് ഹാമാനെ കുമ്പിട്ടില്ല എന്ന് ദൈവം തെളിയിച്ചു കൊടുത്തു. അതുപോലെ ദൈവം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുക. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.